തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കെ ലഡ്ഡു ഉണ്ടാക്കി കാത്തിരിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി. തൃക്കാക്കര നഗരസഭയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സാബു ഫ്രാൻസിസ് ആണ് വിജയം ഉറപ്പിച്ചത്. സാബുവിന്റെ വാർഡിലെ ലഡ്ഡു വിശേഷങ്ങൾ കാണാം. സാബുവിന്റെ ഭാര്യ ഓമന സാബു സ്ഥാനാർത്ഥിയായി. തൃക്കാക്കര നഗരസഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ഓമന സാബു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയത്. അന്നും ഫലപ്രഖ്യാപനത്തിന് മുൻപേ ലഡു റെഡിയായിരുന്നു. ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല. 12,000 ലഡുവാണ് തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഒരു ദിവസം ശേഷിക്കെ സാബു തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും 34-ാം വാർഡിലാണ് സാബുവും ഭാര്യയും ജയിച്ചത്. ഇത്തവണ 40-ാം വാർഡിലേക്ക് എത്തുമ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് സാബുവിന്റെ വിശ്വാസം. ഞാൻ മത്സരിച്ചതും പ്രഗത്ഭന്മാർ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം കടത്തിവിട്ടിട്ടാണ് ജയിച്ചതും. രണ്ടാമത് വൈഫ് മത്സരിച്ചപ്പോഴും പ്രഗത്ഭന്മാർ തന്നെയായിരുന്നു. അവരെയും കടത്തിവിട്ടിട്ടാണ് ഞങ്ങൾ ജയിച്ചത്. ഇപ്പം മൂന്നാമതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രഗത്ഭന്മാരാണ് മത്സരിക്കുന്നത്. അവരെല്ലാം കടത്തിവെട്ടി ഈ 13-ാം തീയതി 10 മണിക്ക് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് നല്ല ഉറപ്പോടുകൂടിയാണ് ഈ ലഡു ഉണ്ടാക്കുന്നത് തന്നെ. അത് ലഡു പാഴാവാറില്ല. അപ്പോൾ 2025 വൻ വിജയമായിരിക്കും. ഇതെല്ലാ നേതാക്കന്മാർക്കുള്ള ഒരു താക്കീതാണ്. മുൻപ് 2 തവണ തന്നെയും ഭാര്യയും ജയിപ്പിച്ച വാർഡിലും ലഡു വിതരണം നടത്തണം. വോട്ട് പിടിക്കാൻ കൂടെയുണ്ടായിരുന്നവരാണ് ലഡു നിർമ്മാണത്തിനും മുൻപിലുള്ളത്. ഇത് പാഴായി പോവത്തില്ല. കാരണം സാബുചേട്ടൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ഞങ്ങളുടെ കൂടെ എന്ത് ആവശ്യത്തിനും ഏത് പാതിരാത്രിക്കും ഉണ്ടാകുന്ന മനുഷ്യനാണ്. എന്തൊരു കാര്യത്തിനും നമുക്ക് ധൈര്യപൂർവ്വം വിളിക്കാം. ഞങ്ങളെ പെങ്ങന്മാരെ പോലെ കൊണ്ടു കിടക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ ലഡു പാഴാവില്ല. കാണുമ്പോൾ ആത്മവിശ്വാസം കുറച്ച് കൂടിപ്പോയെന്ന് തോന്നും. പക്ഷേ വീട്ടുകാരായ ഈ നാട്ടുകാരാണ് സാബു ഫ്രാൻസിസിന്റെ ഉറപ്പ്. ക്യാമറാമാൻ ജിതിൻ ജോസിനൊപ്പം സൈഫുന്നിസാലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.